ഇന്ത്യയിലെ മതനിരപേക്ഷ സമൂഹം ഒന്നാകെ തള്ളിക്കളഞ്ഞ ദ കേരള സ്റ്റോറി എന്ന വെറുപ്പ് സിനിമ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത കുട്ടികൾക്ക് പഠനോപാധി എന്ന നിലയിൽ കാട്ടിക്കൊടുത്തിരിക്കുകയാണ്. ലാബ് ജിഹാദ് എന്നൊരു ആസൂത്രിത ഏർപ്പാട് ഈ രാജ്യത്തുണ്ട് എന്നും ആയിരക്കണക്കിന് ആളുകൾ അതിന് ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് സഭ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. സർക്കാർ അത് കണ്ടെത്തിയിട്ടുണ്ടെന്ന് നിയമസഭാ രേഖകളിൽ അക്കാര്യം പറയുന്നുണ്ട് എന്നൊക്കെയാണ് സഭ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന നുണ. സ്വന്തം വിശ്വാസത്തെ സംരക്ഷിക്കാനും അതിൽ ഉറച്ചു നിൽക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യാനുമൊക്കെ സഭയ്ക്ക് അവകാശമുണ്ട്. പക്ഷേ അതിനായി എന്തിനാണ് സംഘപരിവാരം വെറുപ്പ് വളർത്താൻ ഉണ്ടാക്കിയെടുത്ത ഒരു മോശം സിനിമയെ സഭ ഉപയോഗിക്കുന്നത്? ലവ് ജിഹാദ് ഇല്ല എന്ന് സകല ഏജൻസികളും കണ്ടെത്തിയിട്ടും അതുണ്ട് എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എന്തിനാണ് സഭ ഇല്ലാ കഥകൾ, നുണകൾ അച്ചടിക്കുന്നത്? സത്യത്തിൽ കത്തോലിക്ക സഭയുടെ ശത്രു ആരാണ്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ള ഫാദർ സ്കോട്ട് സ്ലീബ, നിരീക്ഷകൻ, ഒപ്പം ശ്രീ സജി മാർക്കോസ്, സാമൂഹ്യ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ്. ആദ്യം ഫാദർ സ്കോട്ട് സ്ലീബ, വിശ്വാസം നിലനിർത്താനും സ്വന്തം സമുദായത്തിൽ നിന്ന് വഴിമാറി കല്യാണം കഴിച്ചു പോകുന്ന ആൾക്കാരെ ഇവിടെ തന്നെ നിലനിർത്തണം എന്നാഗ്രഹിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ സഭയ്ക്ക് അവകാശമുണ്ട് എന്ന് വയ്ക്കാം. ആ പേര് പറഞ്ഞ് പക്ഷേ സഭ എന്തിനാണ് നുണ സിനിമ, വെറുപ്പ് സിനിമ പ്രദർശിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾക്കിടയിൽ? ഒന്ന്. രണ്ടാമത്തേത്, അതിൻ്റെ ഭാഗമായി എന്തിനാണ് നുണകൾ അച്ചടിച്ച് കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുന്നത്? ഈ വിഷയങ്ങൾ, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, മീഡിയ വൺ ചാനൽ സുഹൃത്തുക്കളോടും ഇത് കാണുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സഭയുടെ വക്താവ് എന്ന നിലയിൽ അല്ല സംസാരിക്കുന്നത്. കേവലം സാമൂഹിക പ്രശ്നങ്ങളെ നിഷ്പക്ഷമായിട്ട് നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ സഭയുടെ നിലപാടുകളുമായിട്ട് ആരും ബന്ധപ്പെടുത്തി കോട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കരുത് എന്ന് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു വിഷയം വളരെ വലുതാണ്. ഈ ഒരു ചർച്ചാ വിഷയം തന്നെ വളരെ വലുതാണ്. മീഡിയ വണ്ണിൻ്റെ ചാനലിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു ഓർമ്മയോടുകൂടെ വേണം സംസാരിക്കാമെന്ന് എൻ്റെ ഉപബോധ മനസ്സും അല്ലെ ബോധ മനസ്സും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതൊരു ആമുഖമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് പറഞ്ഞു കഴിഞ്ഞത്. ഒന്നാമതായിട്ട് കാര്യം, ഈ സഭാ വിശ്വാസം പ്രഘോഷിക്കാനുള്ളതാണ്. ഏതു മതത്തിനും ആ മതത്തിൻ്റെ വിശ്വാസങ്ങൾ പങ്കുവയ്ക്കുവാൻ അവകാശമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങൾ പങ്കുവയ്ക്കാൻ മറ്റെല്ലാ മതവിശ്വാസങ്ങളെ പോലെ തന്നെ അവകാശമുണ്ട്. ആ അവകാശമാണ് ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഒരു മതവിദ്വേഷം അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തോടൊരു മതസ്പർദ്ധ അങ്ങനെയൊന്നും ആരും വളച്ചൊടിക്കരുത്. അത് ഈ മാധ്യമങ്ങളാണ് സത്യത്തിൽ ഈ വിവാദങ്ങളൊക്കെ ഇത്രത്തോളം കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ ഉദ്ദേശം പോലും ഈ സിനിമയെ കുറേ കൂടെ പ്രൊമോട്ട് ചെയ്യാനാണോ എന്നെനിക്ക് ചിന്തയുണ്ട്. കാരണം ഇതിന് ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആളുകളുടെ ഇടയിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പടം ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നിങ്ങൾ തന്നെ ഈ പടത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ മീഡിയ വൺ ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും വെക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളോട് ബന്ധപ്പെട്ട് പ്രതികരിച്ച് പറയുമ്പോൾ ഈ വിഷയങ്ങൾ കേരളത്തിൽ ചില സാമൂഹികമായ പശ്ചാത്തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളോട് മക്കളോട് പറയാൻ അവകാശമുണ്ട്. ആ അവകാശത്തിന്മേൽ ഇപ്പോൾ നിങ്ങൾ ഇടുക്കി രൂപത നടത്തിയതിനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി രൂപത അവർക്ക് വർഷാവർഷങ്ങളിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മതം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ സമ്മർകാല കോഴ്സുകൾ നടത്തുന്ന അവസരത്തിൽ എല്ലാ വർഷവും അവർ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട്. ഈ വർഷം അവരുടെ കുട്ടികളെ പറയാൻ ആഗ്രഹിച്ചത് പ്രണയക്കെണികൾ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ആ പ്രണയക്കെണികളെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ഇന്ന് ഈ ഒരു സിനിമ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ആ കുഞ്ഞുങ്ങളോട് കാണാൻ പറഞ്ഞു, അതിൻ്റെ നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? അത് ആരുടെയും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രത്യേകമായിട്ട് താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ കത്തോലിക്ക സഭ മറ്റൊരു സമുദായത്തോട് അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തോട് എതിർപ്പ് സൃഷ്ടിക്കാൻ വേണ്ടിയൊന്നും അല്ല ചെയ്യുന്നത്. മറിച്ച് അവിടെ കൃത്യമാണ്, നമ്മുടെ ഉദ്ദേശശുദ്ധി കൃത്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പ്രണയക്കെണികൾ അല്ലെ പ്രണയക്കെണികൾ ഉണ്ട് എന്നുള്ളത്. ഈ സിനിമ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി മാത്രം ചിത്രീകരിച്ചൊരു സിനിമയാണോ? അല്ല. ഇവിടുത്തെ ക്രിസ്ത്യൻസിന് അത് കാണാൻ പറ്റും, ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കാണാം, ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് കാണാം. ആർക്കും കാണാവുന്ന പടം, ആർക്കും കണ്ട് വിലയിരുത്താവുന്ന ഒരു പടം.
ആ പടത്തിനെ ആ ഒരർത്ഥത്തിൽ കണ്ടുകൊണ്ട് ആ ഒരർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞാൽ പ്രണയം നടിച്ചുകൊണ്ട് വഴിതെറ്റിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ തുറന്നു കാണിക്കാൻ ഈ പ്രണയക്കെണികളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള OTTയിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ദൂരദർശനിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിലൂടെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സിനിമയാണ് ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഏറ്റവും നല്ല സിനിമ എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയല്ലോ. ഞാൻ ആ സിനിമ നല്ലതാണ്, ആളുകളെ സംഘപരിവാരം, വെറുപ്പ്, വിദ്വേഷം എന്നിവയെ മുൻനിർത്തി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ആ സിനിമയെന്ന് കേരളത്തിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും പറയും. അത് നല്ല സിനിമയാണെന്ന് നിങ്ങൾ സർട്ടിഫൈ ചെയ്തു, നിങ്ങളുടെ അവകാശമാണ് അത് നല്ലത്. ഒരു വിദ്വേഷത്തിന് നല്ലത് എന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എൻ്റെ ചോദ്യം ഇത് മാത്രമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വെച്ച് കൊടുക്കുന്ന ഒരു റെഫറൻസ് ആണല്ലോ ആ സിനിമ. ആ സിനിമ കണക്കുകൾ സംസാരിക്കുന്ന സിനിമയാണ്. അതിൻ്റെ സംവിധായകൻ സുദീപ്തോ സെൻ പറയുന്നത് 30,000 പെൺകുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വെച്ച് കൊടുക്കുന്ന ഒരു സംഗതി ഫാക്ച്വൽ ആയിരിക്കണം, വസ്തുതാപരമായിരിക്കണം എന്ന് സഭയ്ക്ക് ഒരു നിർബന്ധവുമില്ലേ? സഭ ഇവിടെ പറയുന്നത് 32,000-ഓളം കുട്ടികളെ കൊണ്ടുപോയി എന്നാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കൃത്യമാണ്, അതിലൊരു കണക്ക് കൃത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നെ പോലെ ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, ഓക്കെ 32,000 ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഓക്കെ 32,000 പോകായിരിക്കും, അതെന്തും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരാളെങ്കിലും ഈ അർത്ഥത്തിൽ പ്രണയക്കെണിയിൽ പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വഴിതെറ്റി മറ്റൊരു ജീവിത സാഹചര്യങ്ങളിലേക്ക് വെറുപ്പ് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രവണതകളോട് മൃദു സമീപനം പുലർത്തുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും അങ്ങനെയല്ല, ചില തീവ്രമായ ചിന്താഗതികളുള്ളവരുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ്. എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ അവകാശവും മനസ്സിലായി. നിങ്ങൾ അതിന് എന്തുമാത്രം ഉത്തരവാദിത്വത്തോടെയുള്ള സമീപനം എടുക്കുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, നിങ്ങൾ അവിടെ അച്ചടിച്ച് വിതരണം ചെയ്ത കുറിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 2016 വിജിലൻസ് നടത്തിയ അന്വേഷണങ്ങൾ അനുസരിച്ച് ഭീമമായ പണം നൽകി 5595 യുവതികളെ ഈ ഭീകര സംഘടനകൾ അവരുടെ സംഘടനയിലേക്ക് ജീവിത പങ്കാളികളായി കൊണ്ടുപോയി. വളരെ ഉത്തരവാദിത്വ രൂപത്തിലാണ് ഇത് അച്ചടിച്ചിരിക്കുന്നത്. 2016 വിജിലൻസ് നടത്തിയ അന്വേഷണങ്ങൾ അനുസരിച്ച് ഭീമമായ പണം നൽകി 5595 യുവതികളെ ഈ ഭീകര സംഘടനകൾ അവരുടെ സംഘടനയിലേക്ക് ജീവിത പങ്കാളികളായി കൊണ്ടുപോയി. ഏത് വിജിലൻസ് ആണ്, ഏത് സംസ്ഥാനമാണ്? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ഈ കണക്ക്? ഈ കണക്കുകൾ നിങ്ങൾ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഇത്തരം കണക്കുകൾ ഇത് ഊഹാഭോഗം കൊണ്ട് വായുവിൽ സൃഷ്ടിച്ചെടുത്തതൊന്നുമല്ല. നമ്മുടെ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള കണക്കുകൾ. സോഷ്യൽ മീഡിയ പറയല്ലേ, സഭ ഒരു ഉത്തരവാദിത്തപ്പെട്ട സമിതിയാണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ഊഹാപോഹം അല്ല, ഇത് സംസ്ഥാന വിജിലൻസ് കണ്ടെത്തി. നിങ്ങൾ പറയുന്നത് സംസ്ഥാന വിജിലൻസ് കണ്ടെത്തിയെന്നാണ് നിങ്ങൾ പറയുന്നത്. വിജിലൻസിന്റെ ഉത്തരവാദിത്തം ലവ് ജിഹാദ് അന്വേഷിക്കലല്ല, അത് ആന്റി കറപ്ഷൻ ബ്യൂറോയാണ്. സംസ്ഥാന വിജിലൻസ് 2016 5595 യുവതികളെ മതം മാറ്റി ഭീകര സംഘടനകളിലേക്ക് കൊണ്ടുപോയത് കണ്ടെത്തി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അച്ചടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടു എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റിയ മറുപടിയല്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോളട്ടെ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന ഒരു കണക്കുകൾ അനുസരിച്ച് ഇന്റലിജൻസുകാർ ഇങ്ങനെ കൊടുത്തു എന്ന് കത്തോലിക്ക സഭ അടിച്ചിറക്കി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്ര ആളുകൾ പോയിട്ടില്ല എങ്കിലും പോയില്ലേ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരാളെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന്റെ വീഴ്ചയാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ സമുദായത്തിൽ നിന്നോ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നോ ഞങ്ങളുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു വാണിംഗ് കൊടുക്കുവാൻ വേണ്ടി ആരോഗ്യകരമായ രൂപത്തിൽ ഏത് മതപ്രബോധനവും നടത്താൻ എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ടല്ലോ. ഇതര മതസ്ഥരെ വിവാഹം കഴിക്കുന്നത് വിശ്വാസവിരുദ്ധമാണ് എന്ന് പഠിപ്പിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് ആരും കടന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ എന്തിനാണ് ഇതിനെ നിങ്ങൾ പർവ്വതീകരിക്കുകയാണ്, ഒരു ആസൂത്രിത പ്രോജക്റ്റ് അപ്പുറത്ത് വർക്ക് ചെയ്യുകയാണ് എന്ന് പഠിപ്പിക്കുന്നത് എന്തിനാണ്? നോക്കൂ, ഇതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. ആകർഷകമായ ശരീരപ്രകൃതിയും സൗമ്യമായ വാക്കുകളും സഹായ മനസ്കതയും കൂടിയാകുമ്പോൾ വീണുപോകും. എന്ന് വെച്ചാൽ ആകർഷകമായ ശരീരപ്രകൃതിയുള്ള സഹായ മനസ്കതയുള്ള ഇതര മതസ്ഥനെ കണ്ടാൽ നിങ്ങൾ സൂക്ഷിക്കണം.
അവൻ നിങ്ങളെ ചിലപ്പോൾ കൊണ്ടുപോകാൻ വരുന്നവരായിരിക്കും എന്ന ബോധം സൃഷ്ടിക്കുകയാണ്. അതൊക്കെ ഞാൻ വിട്ടേക്കൂ. എന്റെ ചോദ്യം ഇതാണ്, സംസ്ഥാന വിജിലൻസ് 5595 കേസുകൾ കണ്ടെത്തി, അത് ഭീകര സംഘടനയിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല 2008 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹത്തിന്റെ പേരിൽ 7795 മതപരിവർത്തനങ്ങൾ നടന്നതായി മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭയെ അറിയിച്ചു. ഈ കണക്കും തെറ്റാണ്. നുണ മാത്രം അച്ചടിച്ചു വെച്ച് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ഇതാ ഒരു മഹാനായ ശത്രു അപ്പുറത്ത് കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ വ്യാജം പഠിപ്പിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് സമാധാനം പറയാൻ ബാധ്യതയുണ്ട്. ഇത് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണക്കല്ല. കത്തോലിക്ക സഭ സമ്മർ ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന നുണയാണ്. മീഡിയ വണ്ണിന്റെ ചാനലിൽ വന്നിരുന്നുകൊണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ അവസരം തരണം, എനിക്ക് എന്റെ കാര്യം പറയാനോട് അവസരം തരണം. നിങ്ങൾ പറയുന്ന മാത്രം കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്. പൊതുസമൂഹം ഞാനിവിടെ പറയുന്നത് കേൾക്കാനാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട്. ഞങ്ങൾ ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നു. അതിനെ ഇവിടെ വസ്തുതീകരിക്കുക അല്ല ഇവിടുത്തെ ലക്ഷ്യം. മറിച്ച് ഞങ്ങളുടെ മക്കളോട് നുണ പ്രസിദ്ധീകരിക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. നുണ പ്രസിദ്ധീകരിക്കുന്നത് എന്തിനാണ്? നുണ എന്തിനാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? സർക്കാരിന്റേത് എന്ന പേരിൽ നുണകൾ എന്തിന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം? വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഈ പറയുന്ന ലവ് ജിഹാദ് അന്വേഷിക്കാനുള്ള ഏജൻസി അല്ല, അത് അഴിമതി അന്വേഷിക്കുന്ന ഏജൻസിയാണ്. വിജിലൻസ് എന്തിനുള്ളതാണെന്നെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? ഞാൻ പറയട്ടെ, എനിക്കൊരു അവസരം തരൂ, നിങ്ങൾ അവസരം തരൂ. നിങ്ങൾ വിളിച്ചിരുത്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളിത് നിരന്തരമായിട്ട് ഞങ്ങളുടെ കുട്ടികളോട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വസ്തുതകളുണ്ടെന്ന് പൊതുസമൂഹം അംഗീകരിക്കാത്ത നിങ്ങൾ ഈ വസ്തുതപരമായ കണക്കുകൾ നിരന്തരമായിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഫോറത്തിൽ ഞാൻ ചോദിക്കട്ടെ, സഭയുടെ ഇന്റേണൽ ഫോറത്തിനകത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തതിനകത്ത് മീഡിയ വൺ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ? ഞങ്ങളുടെ മക്കളോട് വന്നിരുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പോകാതിരിക്കാൻ പ്രണയക്കെടുതികളുടെയോ ഞങ്ങളുടെ മക്കളെ എന്ത് നുണയം പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ അച്ചടിച്ചിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിനെ നോക്കൂ, നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ കോട്ട് ചെയ്ത് നുണ പറയാണ്. ഈ ഗവൺമെന്റ് ഏജൻസി 5595 കേസുകൾ കണ്ടെത്തി എന്ന സർക്കാരിനെ കോട്ട് ചെയ്ത് പറയുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. എന്താണ്? സംസ്ഥാനങ്ങൾ വിശദീകരിക്കൂ, ഞാൻ എത്ര സമയം വേണമെങ്കിലും തരാം. ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ കോപ്പി ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളുണ്ടോ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും. ഞാൻ മാക്സിമം സമയം കാര്യങ്ങൾ കൃത്യമാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് 2021 താമരശ്ശേരി രൂപതയിൽ നിന്ന് ഒരു കൈപ്പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായ കണക്കുകൾ എന്റെ ചോദ്യം നിങ്ങൾക്ക് തന്നെയാണ്. നോക്കൂ, അപരവിരോധം സൃഷ്ടിക്കാൻ ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചിറങ്ങിയ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ചോദ്യം സർക്കാരിനെ പറയുന്നത് എന്തിനാണുള്ളത്? ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഇവിടെ സർക്കാരിനെ കോട്ട് ചെയ്തിട്ട് ഞങ്ങൾ നുണ പറയുന്നില്ല. സർക്കാരിനെ കോട്ട് ചെയ്ത് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മക്കളോട് ഞങ്ങളുടെ പള്ളിക്കുള്ളിൽ വെച്ച് ഞങ്ങളുടെ ഒരു ഇന്റേണൽ ഫോറത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീഡിയ വണ്ണിന് എന്താണ് ഇത്ര ഛേദം? അത് ഇവിടുത്തെ സമൂഹത്തിന് എന്താണ് ഛേദം? ഞങ്ങൾ ആരെയും പഠിപ്പിക്കുന്നില്ല. ഞങ്ങൾ പഠിപ്പിച്ചത് കൃത്യമാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ മക്കളെ ബോധപൂർവം ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ബോധപൂർവം ഞങ്ങളുടെ മക്കളോട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടെന്ന് സ്ഥാപിക്കാൻ, അത് കുഞ്ഞുങ്ങൾ അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് നുണയും പറയും, ആരും അന്വേഷിക്കേണ്ട എന്നാണ്. നിക്ക് ഞാൻ പറയാം, ഒരു കണക്ക് അങ്ങോട്ട് അവതരിപ്പിക്കാം. തീവ്രവാദത്തിൽ നിന്ന് ഇന്റലിജൻസ് രക്ഷിച്ചത് 550 യുവാക്കളെ. മതതീവ്രവാദ സംഘടനയുടെ കെണിയിൽ നിന്ന് ബോധവൽക്കരണത്തിലുള്ള കേരള പോലീസ് ഇതുവരെ രക്ഷിച്ചത് 550 യുവാക്കളെ. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ SSB നേതൃത്വത്തിലുള്ള റീറാഡിക്കൽ ലൈസൻസേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്രയേറെ യുവാക്കളെ.
1,60,000 പേരെയോളം ബോധവൽക്കരിച്ചു കേരള ഗവൺമെന്റ്, കേരള സർക്കാർ തന്നെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ അറിയിച്ചുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയും. ഞങ്ങൾ ഒരു കുട്ടി ദൈവമേ ശരിയാണല്ലോ, ഇത് കേരളത്തിലെ ഒരു ഏജൻസി തന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന്. അപ്പൊ നിങ്ങളുടെ വാദത്തിന് സാധൂകരണം കിട്ടാൻ നിങ്ങൾ നുണ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു ഏറ്റവും മാന്യമായ ഭാഷ. ഈ അച്ചടിച്ചു വെച്ചിരിക്കുന്നതിന് സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒരു വിവരം ഈ ചർച്ചയിൽ വെച്ചാൽ ഞാൻ സമ്പൂർണ്ണമായും പിൻവലിയാം. സഹോദരൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ ചോദിക്കട്ടെ, ലവ് ജിഹാദ് എന്നൊരു പദം അങ്ങ് ഉപയോഗിച്ച് എന്താണ് ഈ ലവ് ജിഹാദ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി അങ്ങനെയാണെങ്കിൽ. എനിക്കറിയില്ല ലവ് ജിഹാദ് എനിക്കറിയില്ല ലവ് ജിഹാദ് എന്താണെന്ന്. ലവ് ജിഹാദ് എന്നുള്ള ഏർപ്പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലവ് ജിഹാദ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതി ഏർപ്പാടാക്കിയ പോലീസ് അന്വേഷിച്ചതാണ്. ലവ് ജിഹാദ് ഇവിടെ ഇല്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി കേന്ദ്ര സർക്കാരിന് വേണ്ടി ലോക്സഭയിൽ പറഞ്ഞ മറുപടിയിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ചില ആളുകളുടെ ലവ് ജിഹാദ് പ്രശ്നം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ലവ് ജിഹാദ് എന്നൊരു പദത്തെ കുറിച്ച് പറഞ്ഞു. താങ്കൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. താങ്കൾ അത് വ്യക്തമാക്കി തരൂ. എന്റെ പോയിന്റ് ലവ് ജിഹാദ് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അങ്ങനെ ഓരോ മതത്തിലേക്കും മാറിപ്പോകുന്ന ആളുകളുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറി വന്നിട്ടുള്ള എത്ര ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിൽ കൊല്ലപ്പെട്ട 2 യുവതികൾ ഒരു ക്രിസ്ത്യൻ യുവാവിനൊപ്പം പോയി അദ്ദേഹത്തിന്റെ അതിക്രിയക്ക് ഇരകളാക്കി മരിക്കപ്പെട്ടവരല്ലേ. അതെല്ലാം നമ്മൾ നിങ്ങളുടെ മതവുമായിട്ട് ചേർത്ത് പറയാൻ തുടങ്ങി. എങ്ങനെയിരിക്കും ഫാദർ? അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസം മരിച്ച 2 ഹിന്ദു യുവതികൾ ആരുടെ കൂടെയാ പോയത്? അതിന് ആസൂത്രിതമായിട്ട് കൊണ്ടുപോയി കൊന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ വൃത്തികേട് വേറെയുണ്ടോ? പ്രണയകെണി എനിക്കൊന്ന് പറയാനൊരു അവസരം എന്താ? നിങ്ങൾ കാര്യം പറയുന്നില്ല ഫാദർ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാൻ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ പറയും. അല്ല, നിങ്ങൾ പറഞ്ഞോ അതിന് നിങ്ങൾക്ക് പ്രണയക്കണി ഒരു ആസൂത്രിത പ്രോജക്റ്റ് ആണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ വിവരങ്ങളുണ്ടോ? എന്തിനാണ് കുഞ്ഞുങ്ങളെ നുണ പഠിപ്പിക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നുണ പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടോ? ഇല്ല. ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ മതപരമായ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് എന്തിനാണ് കുട്ടികളെ വിദ്വേഷ നുണ പഠിപ്പിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞങ്ങൾ പറയും. വിജിലൻസിന്റെ കാര്യം പറയാൻ ഞാൻ മീഡിയ നിങ്ങളോട് ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഈ വിജിലൻസിന്റെ പേരിലുള്ള നുണ, കല്ല് വെച്ച നുണ, പച്ച നുണ, ഞങ്ങളുടെ കുട്ടികളോട് പറയാൻ ഈ വക കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് അവകാശം. ഈ വക കാര്യങ്ങൾ നിങ്ങൾ എന്തും പറഞ്ഞു. എന്റെ ചോദ്യം ഈ നുണ എന്തിനാണ് അച്ചടിച്ചിരിക്കുന്നത്? നല്ല ചുവന്ന മഷിയിൽ നുണ അച്ചടിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ഒന്ന് വരാമേ. സജി മാർക്കോസ് എൻ്റെ കൂടെയുണ്ട്. സജി മാർക്കോസ്, സത്യത്തിൽ കത്തോലിക്ക സഭ ഈ അവാസ്തവമായ സംഗതികളെ പെരുപ്പിച്ച് ഇങ്ങനെ ലഘുലേഖ അച്ചടിച്ചും വെറുപ്പ് സിനിമ കാണിച്ചും ഇങ്ങനെ നേരം മെനക്കെടുന്നത് സത്യത്തിൽ എന്തിനെ ഭയന്നിട്ടാണ്? നിഷാദെ, അച്ഛൻ പറയുന്ന കണക്കുകളെല്ലാം തെറ്റാണ്. അങ്ങനെ ഒരു കണക്കുകളില്ല. ഈ ലഘുലേഖയിലുള്ള കണക്കുകൾ തെറ്റാണ്. ഇനി ഞാൻ അതിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞങ്ങളും ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് സിനിമകൾ കാണിക്കുമായിരുന്നു. തോമാസ് ലീഗ, മിശിഹാ ചരിത്രം, സ്നാപകയോഗം എന്നിങ്ങനെയുള്ള ഞങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്ന സമയത്ത് കാണിക്കുന്നു. ഇത്തരം കാളകൂട വിഷയങ്ങൾ, മനുഷ്യൻ വെറുപ്പ്, മറ്റൊരു മതത്തോട് വെറുപ്പ് ഉണ്ടാക്കുന്ന സിനിമകൾ, അതൊന്നും കാണിക്കുന്ന പരിപാടി അന്നത്തെ അച്ഛന്മാർക്കും ഇല്ലായിരുന്നു, പള്ളിക്കും ഇല്ലായിരുന്നു. ഞാൻ ഈ സിനിമയിൽ നിന്ന് കണ്ടു. നിർഭാഗ്യവശാൽ കാണേണ്ടി വന്നു. കാരണം പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് വരുന്നത് ശരിയല്ലല്ലോ. അതിനകത്ത് സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്ക്, അന്യമതത്തോട് സൗഹാർദ്ദപരമായി ഇടപെടുന്നത് ഒരു ഇടപാടും ഒരു രംഗം പോലും അതിനകത്തില്ല. ഈ ക്രിസ്തു പറയുന്ന വളരെ കൗതുകരമായ ഒരു വാചകമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് എന്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടുമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അല്ലാതെ ലോഹ ഇട്ടതുകൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകുമെന്നല്ല, കുമ്പസാരിക്കുന്നതുകൊണ്ട് കുമ്പസാരിപ്പിക്കുന്നതുകൊണ്ട് ശിഷ്യന്മാരാകുമെന്നല്ല. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട്. ഈ സിനിമയ്ക്കകത്ത് കൊച്ചുകുട്ടികളെ കാണിക്കുന്ന സിനിമയ്ക്കകത്ത് സ്നേഹം ഉത്പാദിപ്പിക്കുന്ന ഒരു രംഗമെങ്കിലും കാണിച്ചു തരാമോ? ഒരു രംഗം പോലുമില്ല. അന്യമതത്തോട് വെറുപ്പ് തോന്നുന്ന, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തോട് മുസ്ലിങ്ങളോട് വെറുപ്പ് തോന്നുന്ന, വെറുപ്പ് ഉത്പാദിപ്പിക്കുന്ന ഒരു സിനിമയാണിത്. മാത്രമല്ല, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, നമ്മുടെ സംസ്ഥാനം എന്താണ് അത്തരം പ്രശ്നങ്ങളുള്ളത്? ഇപ്പൊ അച്ഛൻ പറയുന്ന കണക്ക് 5000-ന്റെ 1,00,000-ന്റെ കണക്ക് പറഞ്ഞല്ലോ. ഈ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കൊടുത്ത റിപ്പോർട്ടിനകത്ത് ISS ചേരാൻ ഇന്ത്യയിൽ നിന്ന് മൊത്തം പോയിരിക്കുന്ന 60 പേരാണെന്നാണ്. ഇത് തന്നെയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ആന്റി ടെററിസത്തിന്റെ അണ്ടർ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. 60 പേരെന്നാണ്. ആ 60 പേരിൽ കേരളത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ 4 പേരോളേ ഉള്ളൂ. ബാക്കി വരുന്ന ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്, പിന്നെ തെലങ്കാനയിൽ നിന്നാണ്, പിന്നെ കർണാടകത്തിൽ നിന്നാണ്. അപ്പോ അച്ഛൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പൊ ഫാദർ ചോദിച്ചത്. ഏതാണ്? ഒരാളെങ്കിലും പോയോ? ഒരു സംഭവമെങ്കിലും ഉണ്ടായോ?
അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കുമ്പോൾ അതിന്റെ വശം മനസ്സിലാക്കാൻ പെട്ടെന്ന് അച്ഛന് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. ഒരച്ഛൻ കുറ്റകൃത്യം ചെയ്തു എന്നിരിക്കട്ടെ, ഒരു കന്യാസ്ത്രീ കൊല്ലപ്പെട്ടു എന്നിരിക്കട്ടെ, അതിനെ മുഴുവൻ കത്തോലിക്ക സഭയും ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഒരു സിനിമ ഇറങ്ങാൻ നിങ്ങൾ മിണ്ടാതിരിക്കുവോ? അല്ലല്ലോ, അങ്ങനെയല്ല. അപ്പൊ ഒരു പ്രത്യേക വസ്തുത എടുത്ത് അതൊരു കഥയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഇപ്പൊ നജീബിന്റെ ജീവിതം മാത്രം ആട് ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമയായില്ലേ, നോവലായില്ലേ? ഇതങ്ങനെയല്ല. ഈ സിനിമ അങ്ങനെയല്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ, ആയിരക്കണക്കിന് മലയാളികൾ സിറിയൻ മരുഭൂമിയിൽ കുഴിച്ചിടപ്പെട്ടിരുന്നതാണ് മലയാളി സ്ത്രീകൾ. എന്ത് വസ്തുതയാണ് എന്റെ പിന്നിലുള്ളത്? ഈ ആദ്യം 30,000 പേരെ മതം മാറ്റി കൊണ്ടുപോയെന്ന് പറഞ്ഞു. കോടതിയിലെ ചോദ്യം ചെയ്തപ്പോൾ 3 പേരായി മാറി. 30,000 3 പേരാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ സംഭവമല്ല. ആ സിനിമ ഉടനീളം ഒരു പ്രത്യേക സംഭവത്തെ കുറിച്ചല്ല പറയുന്നത്. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ ആക്ഷേപിക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പൊ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നോർത്ത് ഇന്ത്യക്കാർക്ക് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഈ സിനിമ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. മറ്റും ഉൾപ്പെടുന്ന വളരെ ന്യൂനപക്ഷം ആളുകൾ ഒരു പക്ഷേ ഇത് ശരിയാണെന്ന് വിശ്വസിക്കും. കാരണം അവർക്ക് സർക്കാർ കണക്കുകളല്ല വേണ്ടത്, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും സോഷ്യൽ മീഡിയയിലും വരുന്ന കണക്കുകളാണ് വേണ്ടത്. പക്ഷേ ഇതൊന്നും അല്ലാത്ത നോർത്ത് ഇന്ത്യക്കാർ എന്തായിരിക്കും കേരളത്തെ കുറിച്ച് വിചാരിക്കുക? നമ്മുടെ ഒരു രാജ്യമായി തുടർന്നു പോകേണ്ടതല്ലേ? ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന കേരളം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മോശപ്പെട്ട ഒരു സ്ഥലമാണെന്ന ചിത്രമാണ് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു പ്രശ്നം കൊണ്ടുവരുന്ന നിഷാദ്, ഈ ചിത്രം ഇറങ്ങിയിരിക്കുന്ന ഇപ്പോൾ രണ്ടാമത് ദൂരദർശൻ പ്രക്ഷേപണം ചെയ്തും ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ മുമ്പിൽ വന്നിരിക്കുക. മനുഷ്യന്റെ വളർച്ചയെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായി അളക്കുന്ന എല്ലാ സൂചകങ്ങളിലും, എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും ഇന്ത്യ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു സമയമാണിത്. അത് പത്രസ്വാതന്ത്ര്യം തൊട്ട് പട്ടിണി വരെ വരുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും നമ്മൾ പുറകോട്ട് പോയിരിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായ വിഷയം, ഇന്ത്യ ഇന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്തി നിൽക്കുന്ന എവിടെയെന്ന് ചർച്ച ചെയ്യരുത്. നമ്മുടെ പെട്രോൾ വില എവിടെ നിർത്താൻ ചർച്ച ചെയ്യരുത്. നമ്മുടെ പത്രസ്വാതന്ത്ര്യം എവിടെ നിർത്താൻ ചർച്ച ചെയ്യരുത്. നമ്മുടെ എല്ലാ മേഖലകളിലുമുള്ള പരാജയം ചർച്ച ചെയ്യരുത്. എന്ത് ചർച്ച ചെയ്യണം? നിങ്ങൾ മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം, വർഗീയതയെക്കുറിച്ച് സംസാരിക്കണം എന്ന അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് ഇപ്പൊ ദൂരദർശന് വന്നപ്പോഴും. അതാണ് അങ്ങനെ ഭരിക്കുന്ന ഒരു യൂണിയൻ ഗവൺമെന്റാണ് നമുക്കുള്ളത്. അതിനെ ചുവട് പിടിച്ച് തന്നെ ചർച്ച ഒരിക്കലും വേണ്ടി പിന്നാലെ പോകരുതായിരുന്നു. ഇതല്ല കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്. സ്നേഹത്തിൽ സന്ദേശമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലാതെ വെറുപ്പും പതിപ്പിടും സിനിമയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞിരിക്കുന്ന കണക്കുകളുടെ ആധികാരികത, നമ്മളെ സംബന്ധിച്ച് രാജ്യത്തുണ്ടാകുന്ന ഒരു പ്രശ്നത്തിലെ കണക്കിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം, പിന്നെ അത് കൃത്യമായി അവതരിപ്പിക്കുന്ന നമ്മുടെ നിയമനിർമ്മാണ സഭകൾ. ഈ നിയമനിർമ്മാണ സഭകളിൽ ഒന്നിലും പ്രത്യേകിച്ച് നിഷാദ് ആദ്യം പറഞ്ഞതന്നെ ലവ് ജിഹാദ് ഒന്നും ഇല്ല എന്ന് NIA അന്വേഷിച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് കൊടുത്തത്. ഇത്രയും പേർ ഇവിടെ നിന്ന് പോയിട്ട് അവരുടെ ബാക്കി മനുഷ്യർ ജീവിച്ചിരിപ്പില്ലേ? ഇവിടെ കുടുംബങ്ങളില്ലേ? ഈ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പാരലൽ ഗവൺമെന്റ് പോലെ തന്നെ എല്ലാ ഇടവുകളെ കുറിച്ചുള്ള വിവരങ്ങളും ഡേറ്റാബേസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സുസംഘടിതമായ ഒരു സംവിധാനമാണത്. അപ്പൊ അവരുടെ കയ്യിൽ കൃത്യമായ രേഖ ഉണ്ടാവില്ല ഇത്ര പേര് ഞാൻ ചോദിക്കുന്നത് നോക്കൂ, സംഘപരിവാരം ഉണ്ടാക്കുന്ന ഒരു ആംബിയൻസിനകത്ത് കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് നിഷ്കളങ്കമായി വിചാരിക്കും. ഇതങ്ങനല്ല. നോക്കൂ, 5595 കണക്ക് സത്യത്തിൽ ഞാൻ എവിടെയും വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എവിടെയും കേട്ടില്ല. സംഘം പോലും പറയാത്ത, സംഘപരിവാർ പോലും പ്രചരിപ്പിക്കാത്ത ഒരു നുണയാണ്, പുതിയ നുണയാണിത്. കാരണം വിജിലൻസിന്റെ ആന്റി കറപ്ഷൻ ബ്യൂറോ ലവ് ജിഹാദ് അന്വേഷിച്ചു എന്ന തമാശ, അതിന്റെ കൂടെ 5595 എന്ന് വെച്ചാൽ ഇത് ഈ കുറിപ്പുണ്ടാക്കിയ ആളുടെ മനസ്സിൽ വന്നിട്ടുള്ള വ്യാജമായ ഒരു സംഗതിയാണ്. ഇതുകൂടി ചേർത്തേക്കാം ഒരു ആധികാരികതയ്ക്ക് എന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി ഒരു പ്രശ്നം വേണം എന്ന ആലോചന സഭയ്ക്കകത്ത് വരുന്നത് എങ്ങനെയാണ്? നിഷാദ്, ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇത്തരം ഒരു വിവരം സഭയ്ക്ക് കിട്ടിയപ്പോ, ഇത്തരം ആധികാരികമായി പ്രവർത്തിക്കുന്ന ഒരു ആധ്യാത്മിക സംവിധാനമാണല്ലോ, അവരൊന്ന് വെരിഫൈ ചെയ്യണ്ടേ? അല്ലാതെ ഇത് പെട്ടെന്ന് ഇത് സമൂഹത്തോട് ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത്. അവരിതൊന്ന് അന്വേഷിക്കണ്ടേ ഇങ്ങനെയാണോ സത്യം? ഇനി സഭയ്ക്ക് രാഷ്ട്രീയപരമായ താല്പര്യം ഉണ്ടാകാം, ശരി. എന്നാലും ഈ കൊച്ചു കുട്ടികളോ, ഇത് ആരുടെ അടുത്താണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ എന്നോടൊപ്പം ഉണ്ട്. ബലദേവ്, ഈ കത്തോലിക്ക സഭ ഇങ്ങനെ ഒരു വെറുപ്പ് സിനിമ ഏറ്റെടുക്കുക, ആ സിനിമയുടെ ഭാഗമായിട്ട് അച്ചടിക്കുന്ന കുറിപ്പിൽ ആവോളം നുണകൾ എഴുതി ചേർക്കുക, കുഴപ്പം കാണുന്നുണ്ടോ നിങ്ങൾ? പരിശുദ്ധമായ ബൈബിള് പലയാവർത്തി വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള 2 വാചകങ്ങളുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിനായി വന്നിരിക്കുന്നത് പാപികൾക്ക് വേണ്ടിയാണ്, വിശുദ്ധന്മാർക്ക് വേണ്ടിയല്ല. മറ്റൊരു വാചകം, ഒരു സെക്കൻഡ് ശ്രീ ബലദേവ്, താങ്കളുടെ ഓഡിയോ എനിക്ക് അത്ര ക്ലിയർ ആയിട്ടല്ല കേൾക്കുന്നത്. ഞാൻ ഒന്ന് പരിഹരിച്ച് വേഗം വരാം. സോറി. ഫാദർ സ്കോട്ട് സ്ലീബ, നോക്കൂ, കത്തോലിക്ക സഭ ഒരു വലിയ സംവിധാനമാണ്. എന്ന് വെച്ചാൽ അതിന് മറ്റ് പലതിനേക്കാളും വലിയ ആധികാരിക സ്വഭാവമുണ്ട്, അതിനുള്ള മെക്കാനിസം ഉണ്ട്. അത് ഒരു കുറിപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു സിലബസ് തയ്യാറാക്കുമ്പോൾ, ഒരു നോട്ട് തയ്യാറാക്കുമ്പോൾ, ഒരു റെഫറൻസ് നോട്ട് തയ്യാറാക്കുമ്പോൾ ആധികാരികത കാണിക്കാനുള്ള ബാധ്യത അതിനില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പറയും. അതിനകത്ത് ആധികാരികത തിരഞ്ഞ ആരും വരണ്ട, ഞങ്ങളെ ഒരു അക്കൗണ്ടബിലിറ്റി ആരും പഠിപ്പിക്കേണ്ട, അത് ഞങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യമാണ്, നുണ പറയാൻ അടക്കമുള്ളത് എന്നാണോ താങ്കൾ പറയുന്നത്? നീ പറയാമോ?
തീർച്ചയായിട്ടും ഈ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ നുണ പറയാനുള്ള ലക്ഷ്യത്തോടു കൂടെ അല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് ഈ വക കാര്യങ്ങളിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ അത് വസ്തുനിഷ്ഠമായിട്ട് പറയുക എന്നുള്ളതാണ്. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇത്ര അസഹിഷ്ണുതയോടുകൂടെ നോക്കിക്കാണാൻ മാത്രം അതിനകത്ത് നിങ്ങൾക്ക് ഇത്ര മാത്രം അസഹിഷ്ണുത ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തോ വസ്തുതയുണ്ട്. ഉള്ളത് പറയുമ്പോൾ ഉറുക്കിക്കൊള്ളും എന്നൊരു ചൊല്ലുണ്ട്. ആ ഒരു വസ്തുതയെ നിങ്ങൾ മനസ്സിലാക്കുന്നതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. മീഡിയ വൺ ചാനലിൽ നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വസ്തുതപരമായ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒറ്റയിരിപ്പിലും ഇവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളിലും പറയുന്ന നുണകളെ എക്സ്പോസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അല്ലാതെ അവിടെ പറയുന്നത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ സ്പേസ് തരിക എന്നുള്ള ഉദ്ദേശത്തിനില്ല. നിങ്ങൾ ആരും അറിയാതെ ഇടുക്കുകളിൽ പറയുന്ന നുണകളെ പൊതുമധ്യത്തിൽ എക്സ്പോസ് ചെയ്യുക, തുറന്നു കാണിക്കുക എന്നതാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം. അല്ലാതെ നുണകൾ റിപ്പീറ്റ് ചെയ്യാനുള്ള വേദി ഒരുക്കലല്ല. അതുകൊണ്ട് താങ്കൾ കേരള സ്റ്റോറിയിൽ കണ്ട ഒരു സത്യം, ഒരേ ഒരു സത്യം, ഒരു കണികയെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെക്കൂ. എനിക്ക് അവസരം തരൂ. നിങ്ങൾ എനിക്ക് പറയാൻ മാത്രം അവസരമില്ല. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറായിരിക്കൂ. നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കണം. ഞാൻ പിന്നെ വിടിയിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാനിവിടെ പറയട്ടെ, ഞങ്ങൾ നുണകൾ പറയാൻ വേണ്ടി ഇരിക്കുന്നവരല്ല, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇവിടെ പ്രണയകെണികൾ നടക്കുന്നുണ്ട്, പ്രണയത്തിന്റെ പേരിൽ മക്കളെ വഴിതെറ്റിക്കുന്നുണ്ട്, അതിന് പിന്നാലെ ഇന്ന ചതികളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നിരന്തരമായിട്ട് പറയും. അത് ഞങ്ങൾ പറയും. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആരും ഇത്ര പരിവച്ചിട്ട് കാര്യമൊന്നുമില്ല. കേരള സ്റ്റോറിയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യതയോടുകൂടെ കൃത്യമായ കാര്യങ്ങൾ കേരള സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ കേരള സ്റ്റോറിയിൽ താങ്കൾ കണ്ട ഉള്ളത് എന്താണ്? ഇവിടെ ഈ മതം മാറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മതാത്മകമായിട്ടൊന്ന് ചിന്തിക്കാതെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ കുട്ടികളെ, അത് നാനാജാതി മതസ്ഥരായിട്ടുള്ള കുട്ടികളെ പല അർത്ഥത്തിലും പ്രണയത്തിന്റെ മറവിൽ കൊണ്ടുപോയിട്ട് തെറ്റായ രീതികളിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? രാഷ്ട്രീയ സമൂഹം, ഈ പൊതുസമൂഹം കുഞ്ഞുമക്കളെ കാണിക്കാൻ തക്ക ഗംഭീരം താങ്കൾ തുടക്കത്തിൽ നല്ല സിനിമ എന്ന് സെർച്ച് ചെയ്തല്ലോ. എന്താണ് കേരള സ്റ്റോറിയിൽ കണ്ട ഒരു വസ്തുത? എന്താണ് കേരള സ്റ്റോറിയിൽ കണ്ട ഒരു വസ്തുത എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഡേറ്റ വെച്ച് സംസാരിക്കൂ ഫാദർ. കേരളത്തിലൊക്കെ പറയല്ലേ വസ്തുതാപരമാണ്, അവിടെ ഉണ്ടെന്ന് അറിയാമല്ലോ, നമുക്കെല്ലാം അറിയാമല്ലോ, അവിടെ കേട്ടില്ല. അങ്ങനല്ല, ഞാൻ പറയുന്നത് ഫാക്റ്റ് ആണ്. ഞാൻ രേഖ വെച്ച് സംസാരിക്കാം, നിങ്ങൾ പറയൂ. ഇവിടെ എന്തുമാത്രം ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോയി എന്നുള്ളതിന് യുഎസിന്റെ കണക്കുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം പോയി പേര് പോയതിന് കേന്ദ്ര സർക്കാരിന്റെ കണക്കുണ്ട്, സംസ്ഥാന പോലീസിന്റെ കണക്കുണ്ട്, നിയമസഭാ രേഖയുണ്ട്. നിങ്ങൾ പറയുന്നതിന് നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ എന്താണ്? ഡാറ്റ വെച്ച് പറയണം, വെറുതെ പറയല്ലേ, വെറുതെ വാട്സാപ്പ് വർത്താനം പറയല്ലേ, ഡാറ്റ വെച്ച് പറയൂ പ്ലീസ്. വെറുതെ പറയുകയല്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വക കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? പ്രണയത്തിന്റെ മറവിൽ പ്രണയം നടിച്ചുകൊണ്ട് കുട്ടികളെ വഴിതെറ്റിച്ചുകൊണ്ട് സംഘടനകളിൽ എത്തിക്കുന്നുണ്ടല്ലോ. ഇവിടെ മാറുന്നുണ്ടല്ലോ. നവീൻ തോമസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ 2 യുവതികളെ കൊണ്ടുപോയില്ലേ? എന്നിട്ട് അരുണാചൽ പ്രദേശിൽ കൊണ്ടുപോയി കൊന്നില്ലേ? അത് നമ്മൾ മതപരമാക്കിയോ? അങ്ങനെ ആക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾക്ക് പറയണ്ടേ? അത് ഞങ്ങളുടെ മക്കളോട് പറയണ്ടേ? ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾക്ക് അത് പറയാൻ അവകാശമില്ലേ? നിങ്ങൾ അവകാശമില്ലേ? ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന് വിവാഹം കഴിക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. ഇവിടെ നിങ്ങളുടെ മതത്തിൽ നിന്ന് മാത്രം ആളുകളെ കൊണ്ടുപോകാൻ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് ഡേറ്റ വേണം. ഡേറ്റ വേണം. ആളുകൾ കലർന്ന് വിവാഹം കഴിക്കുന്നുണ്ട്. നിങ്ങളുടെ മതത്തിൽ നിന്ന് മാത്രം കൊണ്ടുപോകാൻ ആസൂത്രിതമായി തീവ്രവാദ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് ഡേറ്റ വേണം. കലർന്ന് വിവാഹം കഴിക്കുന്നുണ്ട്, സമ്മതിക്കുന്നു. ക്രിസ്ത്യാനികളിൽ നിന്ന് മറ്റു പല മതങ്ങളിലേക്കും സമ്മതിക്കുന്നു, തർക്കമില്ല. പക്ഷെ തീവ്രവാദികൾ ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകാൻ അപ്പുറത്ത് കരുതിയിരിക്കുന്നു എന്ന് പറയുന്നത് ഡാറ്റ വേണം. എനിക്കൂടെ പറയാൻ അവസരം എന്താ? എന്നാ പിന്നെ നിങ്ങൾ മാത്രം പറ, ഞാൻ അങ്ങ് ഇറങ്ങിയേക്കാം. നിങ്ങൾ 3 പേരും കൂടി സംസാരിക്കേ, ഞാൻ അങ്ങ് ഇറങ്ങാം. ഡാറ്റ വേണം. ഇവിടെ ഈ വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു തെറ്റുമില്ല, ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനകത്ത് നിങ്ങൾ എന്തിനാ അത് ഇന്റേണൽ ഫോറത്തിൽ നടക്കുന്ന കാര്യങ്ങൾ
ഞങ്ങളുടെ മക്കളോട് പ്രണയത്തിന്റെ മറവിൽ മക്കളെ നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതേ നടക്കുന്നുള്ളൂ. അതിന് നിങ്ങൾ ഇങ്ങനെ വർഗീയ ചൊവയോടുകൂടെ കേരളത്തിലെ കത്തോലിക്ക സഭ ഇങ്ങനെ വർഗീയ ചൊവ സൃഷ്ടിച്ചുകൊണ്ട് കേരള സഭ ഇങ്ങനെ സമൂഹത്തെ രണ്ടായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെ വലിയ രീതിയിൽ ഒരു മാർജിനലൈസ് ചെയ്യുന്നതൊക്കെ അങ്ങ് ചിത്രീകരിക്കാതെ, അതൊക്കെ നിങ്ങളുടെ മീഡിയ വണ്ണിന്റെ അവിടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു കൂർമ്മ ബുദ്ധിയിലൂടെ വരുന്നതാണ്. അതിന് ഞങ്ങൾ സഭയോ അല്ലെങ്കിൽ ഇതിനുള്ള ഇവിടെ ആളുകളോ അങ്ങനെ ശ്രമിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മക്കളോട് പറയുന്നു, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അല്ലാതെ ഒരു സമൂഹത്തെ മാത്രമായിട്ട് ആ സമൂഹം നമുക്ക് ഒരു ഇന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, ഈ സമൂഹം ഇന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾ ആരോടും പറയുന്നില്ല. ഇഷ്ടമുള്ള രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇങ്ങോട്ടും മതം മാറുന്നു, മതം മാറിയോ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ലോ എന്നുള്ളതല്ല. പക്ഷേ പ്രണയത്തിന്റെ മറവിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ സൺഡേ സ്കൂളിൽ വന്നിരിക്കാൻ തയ്യാറുള്ള കുട്ടികൾക്ക് അത് അവരെ നിങ്ങൾ പഠിപ്പിച്ചോളൂ. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം നിങ്ങൾ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് നുണ പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കൂടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഞങ്ങൾ കേരളത്തിലെ ഈ സഭാ സമൂഹം ഇപ്പൊ ഞങ്ങൾ നുണ പഠിപ്പിക്കുന്നതാണല്ലോ താങ്കൾ സഹോദരൻ പറയുന്നത്. ഞങ്ങൾ നുണ പഠിപ്പിക്കുന്നില്ല. ഞങ്ങൾ മക്കളോട് പറഞ്ഞ കാര്യം എന്താണ്? പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് എനിക്ക് ഫാദർ ശ്രീബാസ് കോട്ടൻ നമ്പർ തരൂ. ഞാൻ അദ്ദേഹത്തിന് ഇതൊന്ന് വാട്സാപ്പ് ചെയ്യട്ടെ. അദ്ദേഹം ഇത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ശരി, താങ്കൾ പറയൂ ശ്രീബ, ഞാനിത് അയച്ചു തരാം. ഈ ഞങ്ങളുടെ മക്കളോട് ഇന്ന കാര്യങ്ങൾ, പ്രണയത്തിന്റെ മറവിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. അത് നിങ്ങൾ അംഗീകരിക്കുക. ഞങ്ങൾ അതാണ് പറയുന്നത്. ഞങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ മക്കളോട് പറയുന്നത് പ്രണയത്തിന്റെ മറവിൽ ഇന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റായ രീതിയിലേക്ക് ഒരു ദിശാബോധത്തോടുകൂടെ പോകുന്നുണ്ട്. അത് ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശരി, ഫാദർ സ്ലീബ, താങ്കളൊന്ന് വായിച്ചു നോക്കൂ. രണ്ടാമത്തെ ഖണ്ഡികയുടെ അവസാനത്തെ വാചകം വസ്തുതാപരമാണോ ഇല്ലയോ എന്ന് പറയാമോ? സജി മാർക്കോസ്, ഞാൻ ഒന്ന് വരുന്നതിന് മുമ്പ് ഫാദർ സ്ലീബ, താങ്കളത് വായിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സുവിശേഷോത്സവം എന്ന പരിപാടിയാണ്. അതിലെ ഗെയിം നമ്പർ 2, ആക്ടിവിറ്റി നമ്പർ 2 എന്താണ് ലവ് ജിഹാദ് എന്ന തലക്കെട്ടിലുള്ള ആ കുറിപ്പുള്ളത്. അതിലാണ് പറയുന്നത് സംസ്ഥാനത്തെ വിജിലൻസ് ഇതിങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് വായിക്കുന്ന ഒരു സാധാരണ കുട്ടി, 12ാം ക്ലാസ്സുകാരൻ, സംസ്ഥാന വിജിലൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആധികാരിക ബോഡിയാണല്ലോ. അവർ കണ്ടെത്തിയ 5595 പേർ ഭീമാകാരമായ തുകയ്ക്ക് ഇങ്ങനെ വിൽക്കപ്പെട്ടുവെന്ന്. ഗുരുതരമായ സംഗതിയാണ്. നമ്മളെവിടെയും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, മാധ്യമങ്ങളുടെ ഒന്നും മുമ്പിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഇൻഫോ എവിടെ നിന്ന് കിട്ടിയെന്ന് വിശദീകരിക്കുക. ഒന്ന് താങ്കൾക്ക് അറിയാമെങ്കിൽ, താങ്കൾ ഈ കുറിപ്പിൻ്റെ ഉത്തരവാദിയല്ല, ഈ കുറിപ്പിൻ്റെ മറുപടി പറയേണ്ട ബാധ്യത താങ്കൾക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ താങ്കൾക്കത് ഡൈജസ്റ്റിംഗ് ആണെങ്കിൽ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ താങ്കൾ സഹോദരൻ അയച്ചെന്ന് ഞാൻ വായിച്ചു. ഞാനിത് വായിച്ച് കൃത്യമായിട്ടൊരു കണക്കും ഒരു വർഷമൊക്കെ പറയുന്നുണ്ട്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ പറയുന്നു ഇത് കൃത്യമായ കണക്കല്ല, ഇത് തെറ്റായാണ്, അല്ലെ ഫാബ്രിക്കേറ്റഡ് ആണ്, അല്ലെ പർവ്വതീകരിച്ച് ചെയ്തതാണെന്ന് സഹോദരൻ പറയുന്നുണ്ട്. ശരി, അങ്ങനെയായിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഇതിന് ജുഡീഷ്യൽ അന്വേഷണം നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിനൊരു കേസ് ഫയൽ ചെയ്യട്ടെ, ഇതിന് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. വർഷം, ഏത് ബോഡി, ഏത് ഏജൻസി ചർച്ച ചെയ്തു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനൊരു ജുഡീഷ്യൽ അന്വേഷണം നേരിടാൻ തയ്യാറാണ്. ഈ വസ്തുതപരമായ കണക്കുകൾ നിങ്ങൾ പറയുന്ന കണക്കുകൾ തെറ്റാണ്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന ഈ കണക്കുകൾ, ഈ പറയുന്ന അന്വേഷിക്കാനൊന്നും വരുന്നില്ല. ഈ രാജ്യത്തെമ്പാടും നുണകൾ കറങ്ങിടപ്പുണ്ട്. സർ പ്ലീസ്, ഈ രാജ്യത്ത് യൂട്യൂബ് ചാനൽ വഴിയും അല്ലാതെയൊക്കെ 10,000-കണക്കിന് നുണകൾ കുത്തിയൊലിക്കുന്ന, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻ റിസ്ക് നേരിടുന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെ ആരും അന്വേഷിക്കാൻ വരുന്നില്ല. ഇതൊന്നും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പറ, എവിടെ നിന്ന് കിട്ടിയെന്ന് വിവരം അന്വേഷിക്കാൻ വരില്ല സാർ. ലോകത്ത് ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻ കുത്തിയൊലിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വന്നിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻ കുത്തിയൊലിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. ഭരണകൂടം തന്നെ നുണ പറയുന്ന ഒരു രാജ്യമാണ്. ചോദിച്ചതിനോട് ഉത്തരം പറ. ഐ എം ഹെൽപ്ലെസ്. ഞാനൊന്ന് വരാം. ഭരണകൂടങ്ങൾ നുണ പറയുന്നു, കത്തോലിക്ക സഭയെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു സംവിധാനം ഇത്തരം അസത്യങ്ങളെ
നമുക്കിതുമായി നിയമപരമായിട്ട് നേരിടാമല്ലോ. എനിക്ക് വേറെ ജോലിയില്ല. ഈ സംവിധാനം എനിക്ക് ഈ രാജ്യത്ത് അനുനിമിഷം ആയിരക്കണക്കിന് നുണകൾ പ്രവഹിക്കുന്ന ഈ നാട്ടിൽ, അനുനിമിഷം നൂറുകണക്കിന് നുണ പ്രചാരകർ യൂട്യൂബ് നിറയുന്ന ഈ നാട്ടിൽ അവർക്കെതിരെയൊക്കെ കേസിന് പോയിട്ട് വല്ല നടപടിയുള്ള കാര്യമാണോ? ഒരാളെ കൊണ്ട് എത്ര കുടത്തിന്റെ വാമൂടി. അപ്പോൾ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, കത്തോലിക്ക സഭയെ പോലുള്ള ഉത്തരവാദപ്പെട്ട ഒരു ഫോറത്തിന്റെ ഒരു ബോഡിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം അസത്യ കുറിപ്പുകൾ വരുന്നത്, ഇത്തരം വിദ്വേഷ സിനിമകൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവർ ചൂസ് ചെയ്യുന്നത്. എന്തായിരിക്കും കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? വെല്ലുവിളിക്കുകയാണോ? ഞാൻ കേൾക്കാവോ? യെസ് കേൾക്കുന്നു. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നു. ഹലോ, കേൾക്കാവോ? യെസ് കേൾക്കുന്നു. ഹലോ, അഡ്വക്കേറ്റ് ബലദേവ്, ഞാൻ കേൾക്കുന്നുണ്ട്. താങ്കൾ തിരിച്ചു കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം, പക്ഷെ അങ്ങോട്ട് കേൾക്കുന്നില്ല. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ ശ്രീ ബലദേവ്? ഹലോ, ശ്രീ ബലദേവ് കേൾക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചു കേൾക്കും. ഓക്കെ, ഞാനൊന്ന് വരാമേ. ശ്രീ സജി മാർക്കോസ്, സത്യത്തിൽ സംഘ് പരിവാറിന് ഇങ്ങനെ ചില പല ഉദ്ദേശങ്ങളും കേരളത്തിൽ ഇപ്പോൾ ഒരു ഹൈന്ദവ വിഭാഗത്തിലെ ഒരു കൂട്ടം ആളുകളെയും ഒപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിലെ നല്ല വിഭാഗം ആളുകളെയും കൂടി ഒരു ബ്ലെൻഡ് ഉണ്ടാക്കിയാലാണ് കേരളത്തിൽ സംഘ് പരിവാറിന് പൊളിറ്റിക്കൽ വിക്ടറീസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് കണക്കൂട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇപ്പോൾ കാസ പോലെയുള്ള ഈ തീവ്രവാദ സംഘങ്ങളെയൊക്കെ പോറ്റി വളർത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംയോജനം ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ ആ കെണിയിൽ വീണുപോയതായിരിക്കുമോ? അതിൽ വളരെ ഡെലിബറേറ്റായി പങ്കാളിത്തം വഹിക്കുകയാണോ? എന്താണ് സംഭവിക്കുന്നതെന്നാണ് താങ്കളുടെ ഒരു അസസ്മെന്റ്? ഇത് മനഃപൂർവ്വമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിനു മുമ്പ് ഒരു കാര്യം നിഷാദ് 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങൾ രണ്ടുപേരും ക്രോസ് ടോക്ക് ചെയ്യുന്നതിനിടയ്ക്ക് കേൾക്കാതെ വന്നു. അത് അച്ഛന്റെ അറിവിലോട്ടുമായിട്ട് ഞാൻ പറയാം. വിജിലൻസ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസി അല്ല, അത് അഴിമതി വിരുദ്ധ അന്വേഷണം നടത്തുന്ന ഏജൻസിയാണ്. അവർക്ക് ഇത്തരം അതുകൊണ്ട് വിജിലൻസിനെ കോട്ട് ചെയ്ത് പറയേണ്ട ഒരു വിഷയമേ അല്ല അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം ഏജൻസിക്ക് ഇത്തരം കാര്യം അന്വേഷിക്കാൻ കഴിയില്ല, അവരുടെ കയ്യിൽ ഇത്തരം റിപ്പോർട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോ നിഷാദ് അയച്ചു തന്ന ആ ലഘുലേഖയിലെ വിവരങ്ങൾ തെറ്റാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അതാണ്. വിജിലൻസ് അതിന് വേണ്ടിയുള്ളതല്ല. അത് 2-3 പ്രാവശ്യം നിഷാദ് ക്ലിയർ ചെയ്തെങ്കിൽ അതൊരു പക്ഷേ ക്രോസ് ടോക്കിനായി കേട്ടിട്ടുണ്ടാവില്ല എന്നൊരു എടുത്ത് പറയുന്നത് അച്ഛന്റെ അറിവിലേക്കായിട്ട്. ഇത് ഇപ്പൊ അച്ഛൻ 1-2 പ്രാവശ്യം ചോദിച്ച ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സഭയ്ക്കുള്ളിൽ ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികളെ ഞങ്ങളുടെ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ളത്? ഒരു തെറ്റുമില്ല, അതെല്ലാ മതങ്ങളും ചെയ്യുന്നതാണ്. അതിനകത്ത് ആർക്കും വിയോജിപ്പുമില്ല. അതിനകത്ത് യുക്തിപരമായതോ യുക്തിയല്ലാത്തതോ വിശ്വാസപരമായ എന്ത് കാര്യങ്ങളും പഠിപ്പിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്ന സിനിമയുണ്ടല്ലോ, അതൊരു പ്രശ്നമുള്ള സാധനമാണ്. അത് ഈ വിശ്വാസത്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഹോളി ബുക്കിലെ ആശയവുമായി ഒരു തരത്തിൽ യോജിച്ചു പോകുന്ന ഒന്നല്ല. അതിനകത്തൊരു വാചകം അതിന്റെ നായിക പറയുന്നുണ്ട്, പകുതി കഴിയുമ്പോഴത്തേക്കും നശിച്ചു പോകും ഞങ്ങളുടെ ഈ കേരളം, ഈ ഗോഡ്സ് ഓൺ കൺട്രി ഇല്ലാതായി പോകും എന്ന് പറയുന്നു. ഇത് കുട്ടികളെ കാണിക്കുന്ന സമയത്ത് അച്ഛൻ ഓർക്കേണ്ട 2-3 പേരുകളുണ്ടായിരുന്നു. അതൊന്ന് ഗ്രഹാം സ്റ്റെയിന്റെ പേരാണ്, ആ പേര് മറന്നു കളഞ്ഞോളൂ. നിങ്ങൾ കുട്ടികളെ കാണിച്ചു, ആ തീമോത്തിനെയും ഫിലിപ്പിനെയും ഓർക്കേണ്ടതായിരുന്നു. ഇതുപോലുള്ള വർഗീയ വൈര്യം മൂത്താണ് ആ 3 പേരെയും കാറിനോട് വെച്ച് ചുട്ടുകൊല്ലപ്പെട്ടത്. അത് അച്ഛൻ ഒരിക്കലും മറന്നു പോകരുതായിരുന്നു. അത്തരം കുട്ടികളെയാണ് നിങ്ങൾ ഇത് കാണിക്കുന്നത്, ഇത്തരം വർഗീയത വളരാൻ, മതങ്ങൾ തമ്മിലുള്ള വൈര്യം വളരാൻ. അതിനുവേണ്ടി താല്പര്യമുള്ള ഒരു കൂട്ടം ആളുകളുണ്ടാകും. അതിന്റെ ആയുധമായി നിന്ന് കൊടുക്കേണ്ടതല്ല സഭ. ക്രിസ്തുവിൻ്റെതാണ് സഭ, അച്ഛന്മാരുടേതല്ല സഭ എന്നാണ് ബൈബിൾ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അവിടെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആശയം സ്നേഹത്തിന്റെ ആശയമായിരുന്നു. അതുകൊണ്ട് ഇത് പള്ളിയിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അത്തരം ഒരു പ്രൊപ്പഗണ്ട സിനിമ ലോകത്തിലെ ഇത്തരം രാഷ്ട്രീയം പേർന്ന എല്ലാവരും അവരുടെ ഭരണകാലത്ത് സ്വാധീനമുള്ളപ്പോൾ പ്രൊപ്പഗണ്ടകൾ ഇറക്കിയിട്ടുണ്ട്, കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് സമൂഹത്തെ വിശ്വസിപ്പിക്കാൻ എല്ലാ വഴികളും ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ആയുധമായി സഭ നിന്നു കൊടുക്കരുതായിരുന്നു. ആ പള്ളികളെ അത് പ്രദർശിപ്പിക്കരുത്, പള്ളി അതിനെ പ്രൊമോട്ട് ചെയ്യരുതായിരുന്നു. കാരണം ക്രിസ്തുവിന്റെ ഉപദേശവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നും ആ സിനിമയിലില്ല. ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് കണ്ടതിന്റെ ഒഴിച്ചത് അച്ഛൻ പറയുന്നത് നല്ല സിനിമ എന്ന് പറയും. അച്ഛൻ ഒരു കാര്യം പറയുമോ അതിനകത്ത് നല്ല കാര്യം? ഒരു പ്രത്യേക മതത്തെ എപ്പോഴും പ്രതിക്കൂട്ടി നിർത്തുക, അവർക്ക് ഇതിനെ സംസാരിക്കുക. ആ സിനിമയുടെ പകുതി കഴിയുമ്പോൾ ആ പെൺകുട്ടികൾ തമ്മിൽ സംസാരിക്കുന്ന നേരം വെളുത്ത സംസാരിക്കുന്നത് മതം മാറ്റത്തെ കുറിച്ച് മാത്രമാണ്. മതം മാറ്റം എന്ന് പറഞ്ഞ ഒറ്റ വിഷയത്തെ കുറിച്ചാണ്. ഈ മതം മാറ്റം ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകൾ സൂക്ഷിച്ചിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മളാണെന്നുള്ള കാര്യം മറന്നു പോകരുത്, ക്രിസ്ത്യാനികളാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതുപോലെ പ്രണയവും മതം മാറ്റവും കത്തോലിക്ക സഭയ്ക്കുള്ളിലൂടെ നടക്കുന്നില്ലേ? ഏത് സഭകൾക്കാണ് അത്? ഈ ഇത്തരം സഭകൾക്ക് കത്തോലിക്ക സഭയിൽ നടക്കുന്നുണ്ടല്ലോ, ധാരാളം നടക്കുന്നുണ്ടല്ലോ. പ്രണയം നടക്കുന്നില്ലേ? അന്യമതത്തിൽ നിന്ന് അവർ വിവാഹം കഴിച്ചു കൊടുക്കുന്നില്ലേ? മുതിർന്നവരെ സ്നാനപ്പെടുത്തുന്നില്ലേ? സ്നാനപ്പെടുത്തിയിട്ടല്ലേ കല്യാണം നടത്തി കൊടുക്കുന്നു? ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന, ഒരു മതത്തോട് അനിഷ്ടം തോന്നുന്ന,
എന്നിട്ട് അവരെ ഭീകര സംഘടനയിൽ ചേർക്കാനായി പ്രണയിപ്പിക്കുന്നു എന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രമേയമാണ് സിനിമയുടെ. ഒരു ഇൻഡിവിജ്വൽ കേസിനെ കുറിച്ചല്ല അത് പറയുന്നത്, കേരളത്തെ കുറിച്ച് മൊത്തം ആക്ഷേപിക്കുകയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു ഏജൻസിയും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ളിൽ വരുന്ന ഒരു പ്രശ്നം മാത്രമല്ല ഇത്. നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നാണത്, നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ വെറുപ്പ് പരത്തുന്ന ഒന്നാണത്. നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ത്യയെ ദുർബലപ്പെടുത്തുന്നതാണത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ആ സിനിമ. വിഭാഗീയത ഉണ്ടാക്കുന്നതാണ്, വിഭജനം ഉണ്ടാക്കുന്നതാണ്, വർഗീയത ഉണ്ടാക്കുന്നതാണ്. അത് പള്ളിയിൽ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുതെന്നുള്ളതാണ്. അതുപോലെ നിഷ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം പറയാൻ പറ്റില്ല. ഇനി വീണു പോയതാണോ, ഏതായാലും കുറെ പേര് എന്തായാലും ഡെലിബറേറ്റ് ആയിട്ട് ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് രാഷ്ട്രീയ താല്പര്യം കൂടി ശ്രമിക്കുന്നുണ്ടാവും. ബാക്കി നിസ്സഹായരായ വിശ്വാസികളുണ്ട്, ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അവരുടെ മുമ്പിലോട്ട്, അവരുടെ കൊച്ചുകുട്ടികളിലോട്ട് തിരിച്ചറിയാൻ വയ്യാത്ത കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രായത്തിലാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം തെറ്റായി പോയ സഭ ചെയ്തത്. പണ്ട് ക്രിസ്തു പറഞ്ഞൊരു വാചകം അച്ഛൻ നന്നായിട്ട് അറിയാം, എങ്കിലും ഞാനൊന്ന് ഓർമ്മിക്കാം. പണ്ട് യെരുശലേം ദേവാലയത്തിൽ നോക്കി പറഞ്ഞല്ലോ, എന്റെ ആലയം പ്രാർത്ഥനാലയം നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന്. ഇന്ന് ഇടുക്കി ജില്ലയിൽ ക്രിസ്തു വന്നിട്ട് അങ്ങനെ ഈ രൂപത്തിലെ പള്ളികൾ നോക്കി പറഞ്ഞാൽ ഒരു ചെറിയ തിരുത്തം ഉണ്ടാവും അതിനകത്ത്. എന്റെ ആലയം പ്രാർത്ഥനാലയം നിങ്ങളത് വർഗീയവാദികളുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു ക്രിസ്തു പറയേണ്ടി വരും. ഫാദർ സ്കോട്ട് സ്ലീബ, നോക്കൂ, കഴിഞ്ഞ ആഴ്ചയാണ് കത്തോലിക്ക സഭയുടെ ഒരു NGO ഈ കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് തടയണം എന്ന് RSS ആവശ്യപ്പെട്ടത്. അവരുടെ ഓർഗനൈസർ വാരികയിൽ വന്നത്. കാരണം ഇത് ആസൂത്രിത മതപരിവർത്തനം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ത്യയുടെ സംസ്കാരത്തിൽ നിന്നും മതപരമായ പാരമ്പര്യത്തിൽ നിന്നും ആളുകളെ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ത്യയുടെ ദേശസുരക്ഷയ്ക്ക് ഈ സംഘടന ഭീഷണിയാണ് എന്ന് ഓർഗനൈസർ എഴുതിയത്. നമുക്കറിയാലോ, നോർത്തിൽ പലയിടത്തായി നിങ്ങൾക്കെതിരെ ഇത്തരം വളരെ വിസിബിളായ അറ്റാക്ക് ഹിന്ദുത്വയുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പള്ളികൾക്ക് മേൽ കൊടികൾ കെട്ടുന്നുണ്ട്. നിങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ നിന്ന് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ചിത്രങ്ങളും പ്രതിമകളും നീക്കം ചെയ്തില്ലെങ്കിൽ സ്കൂൾ തകർക്കുമെന്ന മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. നിങ്ങൾ മതപരിവർത്തക സംഘമാണ്, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം തകർക്കുകയാണെന്ന് ഓർഗനൈസർ ലേഖനം വന്നിട്ടുണ്ട്. യോജിക്കുന്നുണ്ടോ അതിനോട്? അതുകൊണ്ട് ഓർഗനൈസറിന് അങ്ങനെ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് വസ്തുതയാണ് എന്ന് പറയുമോ താങ്കൾ? ഈ ചോദ്യത്തിനോട് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ നിങ്ങൾ പറയുകയുണ്ടായി BJPയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നിലനിൽക്കേണ്ട കാര്യം കേരളത്തിലെ സഭയ്ക്കില്ല. സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും അങ്ങനെ ഒരു നിലപാടില്ല. ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു പാഠഭാഗം ഒന്ന് കാണിക്കാമോ? മണിപ്പൂർ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ കാലാകാലങ്ങളിൽ ഇടുക്കി രൂപതയും മറ്റു രൂപതകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചാണ്? പ്രണയഗണിയെക്കുറിച്ചാണ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് മറ്റു വിഷയങ്ങളിലൂടെ മണിപ്പൂരിനെ കുറിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിന്റെ ഒരു പാഠഭാഗമൊന്നും വേണ്ട. മണിപ്പൂരിനെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബ്രീഫ് എന്താണെന്ന് പറഞ്ഞുതരാം. ആഗ്രഹിക്കുന്നു. മണിപ്പൂരിനെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബ്രീഫ് എന്താണ് ഒരു മതത്തിനെ പരാമർശിക്കപ്പെടുന്നില്ല, മറിച്ച് IS പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയാണ്. എനിക്ക് പറയാൻ മാത്രം അവസരമില്ലേ? ഇവിടെ ഒരു മതത്തിനെ പറയുന്നു, മറിച്ച് IS പോലെയുള്ള തീവ്രവാദ സംഘടനകളെയാണ് ഈ സിനിമയിൽ പരാമർശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറയുന്നുണ്ട്. ഇത് ആ കാര്യം നിങ്ങൾ എന്താ മറച്ചു വെക്കുന്നേ? ഇതിന് നിങ്ങൾ എന്തിനാ ഇതിനകത്ത് മതാത്മകമായ കാര്യങ്ങൾ ഈ സിനിമയായിട്ട് കൊണ്ടിരുന്നത് എന്തിനാ? ശരികൾ എടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടെന്നാണ് ഫാദർ സ്ലീബ സ്കോട്ട്. നിങ്ങൾ ഈ സമ്മർ ക്യാമ്പിലോ അല്ലാതെയോ മണിപ്പൂർ വിഷയത്തിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള പാഠഭാഗത്തിന്റെ ഒരു ബ്രീഫ് പറഞ്ഞു തരാമോ? എന്താണ് നിങ്ങൾ കുഞ്ഞുങ്ങളോട് സാധാരണ മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്ന കേക്ക് മണിപ്പൂർ വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കാനല്ല ഞങ്ങൾ അവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പഠിപ്പിക്കുന്നേ ഇല്ലെന്ന് എന്റെ പോയിന്റ്. പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്നു, ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച്, വംശീയമായ അതിക്രമങ്ങളെ കുറിച്ച്, ആരാധനാലയങ്ങൾ തകർക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഈ സംഘപരിവാരത്തിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. കാരണം സംഘപരിവാരം ചെയ്യുന്ന അതിക്രിയകളെ കുറിച്ച്, സംഘപരിവാരം ക്രിസ്ത്യാനിറ്റിയോട് ചെയ്യുന്ന വംശീയമായ അക്രമങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടണ്ട. നിങ്ങൾക്ക് മിണ്ടണ്ട. നിങ്ങൾ സംഘപരിവാരം നിങ്ങളോട് വംശീയമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കണ്ട. അങ്ങനെ എന്റെ സമയം കളഞ്ഞ എന്തിനാ ഈ 1 മണിക്കൂർ? എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യണം സാർ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക്, ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യണം സാർ. അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ, എനിക്കിവിടെ പറയട്ടെ, ഞാനിവിടെ പറയട്ടെ. ഇവിടെ നിങ്ങൾ ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇന്ത്യക്ക് വെളിയിൽ നടക്കുന്നത് എന്താ?
ഇന്ത്യക്ക് വെളിയിൽ ആരാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്? ഇത് ഗ്രഹാം സ്റ്റെയിൻസിനെ ഒന്നും മറന്നിട്ടൊന്നുമല്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ മണ്ണില്, ഭാരതത്തിന്റെ വെളിയിലും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ക്രിസ്ത്യൻ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതും മറന്നിട്ടൊന്നുമല്ല. ഇവിടെ അരിയും മലരും കാത്തിരുന്നെന്ന് പറയുന്ന നാവ് വരെ, കുഞ്ഞു നാവ് വരെ ഉള്ള മണ്ണായത്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറയണ്ടേ? ആൾക്കാരെ 30 ദിവസം നമ്മൾ ജയിലിൽ പിടിച്ചിട്ടില്ലേ? അവരെ ആരാണ് താലോലിച്ചത്? അരിയും മലരും എന്ന മുദ്രാവാക്യം വിളിച്ച ആളുകളെ 30 ദിവസം പിടിച്ച് ജയിലിലിട്ടില്ലേ? അല്ല 30 ദിവസം അല്ലല്ല, അങ്ങനൊന്നും പറഞ്ഞ പോലെ അരിയും മലരും എന്ന മുദ്രാവാക്യം വിളിച്ച ആളുകളെ മാതൃകാപരമായി ശിക്ഷിച്ച നാടാണ് ഈ നാട്. അല്ലല്ല, അങ്ങനെ പറയല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് എന്ത് നുണയും പറഞ്ഞ് നിങ്ങൾ ഈ അച്ചടിച്ച് വെച്ച നുണയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് നേടേണ്ടി വരുന്നുണ്ടോ? ഇല്ലല്ലോ. വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച ആളുകളെ നമ്മൾ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. നിങ്ങൾ അച്ചടിച്ചു വെച്ചിരിക്കുന്ന വിദ്വേഷത്തെ കുറിച്ചാണ് എന്റെ ചോദ്യം. ആധികാരികതയൊന്നുമില്ല സാർ, നുണയാണത്. നുണയാണ് അച്ചടിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭ. ഈ പുസ്തകത്തിന്റെ നുണയാണ് അച്ചടിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭ. നുണയാണെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് നേരിടുക. ഞാൻ പോകുന്നില്ല, നിങ്ങൾ പ്രൂവ് ചെയ്യും. നിങ്ങൾ അച്ചടിച്ച സംഗതിയല്ലേ? നിയമപരമായിട്ട് നേരിടാത്ത എന്താ? എനിക്ക് വേറെ പണിയില്ലല്ലോ. നിങ്ങൾ അച്ചടിച്ചു വെക്കുന്ന നുണയ്ക്കെല്ലാം കോടതിയിൽ പോകാനാണ് എനിക്ക് പണി. നിങ്ങൾക്ക് നിങ്ങളൊരു ഉത്തരവാദപ്പെട്ട സ്ഥാപനമാണെങ്കിൽ ഞങ്ങൾ അച്ചടിച്ചിരിക്കുന്നത് ശരിയാണ് ധാർമ്മിക ബോധത്തോടെ പറയാൻ. നിങ്ങൾ കത്തോലിക്ക സഭയല്ലേ? നിങ്ങൾ കത്തോലിക്ക സഭയല്ലേ? ഒരു വിശ്വാസ സംഘമല്ലേ? ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാ നിങ്ങൾ നിയമപരമായിട്ട് നേരിട്. നിങ്ങൾ നിയമപരമായിട്ട് നേരിട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് വാ. എന്റെ പണി കഴിഞ്ഞു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ചർച്ചയ്ക്ക് പണി കഴിഞ്ഞു. എന്റെ പണി കഴിഞ്ഞു. ഈ പുസ്തകത്തിൽ കൈപ്പുസ്തകത്തിൽ അച്ചടിച്ചു വെച്ച കാര്യങ്ങളെ സാധൂകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പ്രൂവൺ ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നിയമ നടപടിക്ക് പോകുന്നത് അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. സീരിയസ് ആയിട്ട് അതിനപ്പുറം ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടി കൊണ്ട് ഒരു നിയമ നടപടി പരിപാടിയല്ല. നുണ അച്ചടിച്ചു വെക്കുകയും നുണ പറയുകയും ചെയ്യുന്ന ആളുകളെ വിളിച്ചിരുത്തുക, അവരോട് ചോദിക്കുക, അവർക്ക് പറയാനുണ്ടെങ്കിൽ കേൾക്കുക, പറയാനില്ലെങ്കിൽ ജനത്തിന് കാര്യങ്ങൾ മനസ്സിലാവുക. അതേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. സീരിയസ്ലി അത്രേ ഉള്ളൂ. നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഈ കേരള സമൂഹത്തില് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രണയഗണികളെ കുറിച്ച് ഒത്തിരിയേറെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? മതപരിവർത്തനമൊക്കെ ഒരുപാട് പേര് നടത്തുന്നുണ്ട് സാർ. മതപരിവർത്തനം നിങ്ങൾ നടത്തുന്നു. നിങ്ങൾ രാജ്യസുരക്ഷ ഭീഷണിയാണെന്നാണ് RSSന്റെ ഓർഗനൈസർ വാരികയിൽ കഴിഞ്ഞ ആഴ്ച വന്ന ലേഖനം. മതപരിവർത്തനം ആരാ ഇവിടെ നടത്താത്തത്? എല്ലാവരും മതപരിവർത്തനത്തിന് ഇവിടെ നിരോധനമൊന്നുമില്ലാത്ത നാടാണ് സാർ. എല്ലാവരും നടത്തുന്നുണ്ട്. എല്ലാവരും രാജ്യസുരക്ഷക്കെതിരാണ് നിങ്ങളുടെ NGO എന്നാണ് RSSന്റെ മുഖമാസികയിൽ വന്ന ലേഖനം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മിണ്ടണ്ട. മണിപ്പൂരിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങളെ കുറിച്ച് മിണ്ടണ്ട. മണിപ്പൂരിൽ തകർക്കപ്പെട്ട 270 പള്ളികളെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടണ്ട. ഗ്രഹാം സ്റ്റെയിൻസിനെ ഓർക്കണ്ട. അയാളുടെ കുഞ്ഞുങ്ങളെ ഓർക്കണ്ട. ഈ രാജ്യത്താകമാനം ക്രിസ്ത്യാനികൾ വംശീയമായി നേരിടുന്ന അക്രമങ്ങളെ കുറിച്ചും അവർ കൊലക്കത്തിക്ക് ഇരകളാക്കപ്പെടുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട. കാരണം എന്താണ്? അതൊക്കെ ചെയ്യുന്നത് സംഘപരിവാരമാണ്. നിങ്ങൾ സംഘപരിവാരത്തിന്റെ കൂടെയാണ്. അപ്പൊ അവർ ചെയ്യുന്ന അതിക്രിയകളെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. സജി മാർക്കോസ് അവസാനമായി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയാണല്ലോ ഇത് പഠിപ്പിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും താങ്കൾക്ക് തോന്നുന്നു? നമുക്ക് കുറച്ചുകൂടി അഡൽട്ടായ ആളുകൾക്ക് ഇത്തരം വെറുപ്പ് വന്നാൽ നമുക്ക് നോക്കാം ഇത് വസ്തുതയാണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ ഉദ്ദേശമാണല്ലോ എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ക്യാച്ച് ദം യങ് എന്നൊക്കെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? വളരെ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഞാൻ അത്രത്തോളം എനിക്കിതിനകത്ത് ഭയമില്ല. കാരണം നമ്മുടെ അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ വെൽ കണക്റ്റഡ് ആണ് ലോകമായിട്ട്. ലോകത്തിലെ വിവരങ്ങൾ എന്താണെന്നും ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്നും എങ്ങനെയാണ് ഈ സഭകൾ പ്രവർത്തിക്കുന്നതെന്നും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യം വരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ദൂരവ്യാപകമായ ഫലം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ഈ പ്രായത്തിൽ ഇത്തരം സിനിമകൾ കാണിച്ചു കൊടുക്കുന്ന അങ്ങേയറ്റം തെറ്റാണ്. ഇനി അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വാചകം ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. എന്താണ് പ്രണയക്കെണി? എന്റെ അച്ഛൻ പ്രണയം ഒരു കെണിയുമല്ല. ഇത്രയും മനോഹരമായ ഒരു വികാരം മറ്റൊന്നുമില്ല. ഏതെൻ തോട്ടത്തിൽ ആദാം തന്നെ ആയിരിക്കുന്നത് ശരിയല്ലെന്ന് ബോധ്യപ്പെട്ട ഞാൻ പറഞ്ഞോട്ടെ, പ്രണയകെണികള് മനോഹരമാണ്. പക്ഷേ പ്രണയകെണികൾ നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ പറയും. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ പറയാതെ അതൊരു സത്യസന്ധമായ കാര്യമാണ്. അത് നിങ്ങൾ അംഗീകരിക്കും. ഞാൻ പറഞ്ഞു, മനുഷ്യൻ ഏതെൻ തോട്ടത്തിൽ ഒരാൾ തന്നെ ഉള്ളത് നന്നല്ലെന്ന് വിചാരിച്ച് അവനൊരു ഇണയെ ഉണ്ടാക്കി കൊടുത്ത യഹോവയാണ് മനുഷ്യൻ പോലും ആവശ്യപ്പെടാതെ. അവർ തമ്മിലുള്ള ഇഷ്ടമാണ് ഈ പ്രണയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രണയം ഒരു കെണിയൊന്നുമല്ല. പിന്നെ ഇത് കുട്ടികളിലേക്ക് ഇപ്പൊ നിഷാ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ ഈ കുട്ടികളെ ഇതുകൊണ്ട് കാണിക്കുന്നതിനകത്ത് ഈ മുതിർന്നവർക്ക് വലിയൊരു ബാധ്യത ഉണ്ടായിരുന്നു. ഇവരിത് ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു. ഇത് എന്തുതരം സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് അന്വേഷിക്കണമായിരുന്നു. ഇത് എന്തുതരം വികാരമാണ് കുട്ടികൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇവരൊന്ന് റിവ്യൂ ചെയ്യണമായിരുന്നു. അതും വേദവിദ്യാഭ്യാസം കിട്ടില്ല പരിണതപ്രത്യരായ പുരോഹിതന്മാരുള്ള
വലിയൊരു മാത്രമല്ല ഈ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അവിടെ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാൾ വലുതാണ്. അങ്ങേയറ്റം പ്രഗത്ഭന്മായ ആളുകളാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഈ സഭാഭരണത്തിൽ വരുന്ന അച്ഛന്മാരല്ലാതെ ബാക്കിയുള്ളവരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭന്മാരും പല മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരാണ്. ഇവരൊക്കെ ഇതൊന്ന് റിവ്യൂ ചെയ്യുകയും മനസ്സിലാക്കുകയും ഇത് എന്ത് തരം ഗുണമാണ് എന്ത് തരം പ്രയോജനമാണ് ഈ സമൂഹത്തിന് ഉണ്ടാകുന്നത്, ഗുണപരമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ എന്നൊക്കെ അവർ റിവ്യൂ ചെയ്തിട്ട് ഉത്തരവാദിത്ത സമീപനം കത്തോലിക്ക സഭയുടെ ഭാഗത്ത് ഉണ്ടാകണമായിരുന്നു. പക്ഷേ ഏതുതരം അസത്യങ്ങളും അച്ചടിച്ചു വെച്ചാൽ അത് ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം പുറത്തുണ്ട് എന്ന് എല്ലാവരും ഓർക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെയും സമുദായ സൗഹാർദ്ദത്തെയും തകർക്കുന്ന ആ ഉത്തരവാദിത്തരഹിതമായ നുണകൾ പറയാനും അച്ചടിക്കാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കട്ടെ. പ്രത്യേകിച്ച് വിശ്വാസധാരയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് അസത്യം പറയാതിരിക്കാനുള്ള, അസത്യം പഠിപ്പിക്കാതിരിക്കാനുള്ള ബാധ്യതയുണ്ട് അവരാരായാലും. വളരെയധികം നന്ദി ഫാദർ സ്ലിബ സ്കോട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം സജി മാർക്കോസ്, ബൽദേവ് അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, സോറി. താങ്ക് യു ഓൾ. ഒരു ഇടവേള.